നമസ്കാരം. വോട്ടെണ്ണും മുമ്പ് കസേര കളി തുടങ്ങി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ ദിനം വരെയുള്ള വിശ്രമവേളയിൽ പ്രവചന വിശകലന വിശാരദന്മാരെല്ലാവരും വിശ്രമമില്ലാതെ തന്നെ കണക്ക് കൂട്ടിയുള്ള പ്രവചനങ്ങളിലാണ്. ആത്മവിശ്വാസം കൂടുതൽ പ്രകടിപ്പിക്കുന്നത് കോൺഗ്രസും UDFുമാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച വരെ തുടങ്ങിക്കഴിഞ്ഞു. ഫലം അനുകൂലമാകുമെന്ന് പ്രതീക്ഷിച്ച് അതിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലി ഇപ്പോഴേ സമൂഹ മാധ്യമങ്ങളിൽ അനുയായികൾ ചേരിതിരിഞ്ഞ് നേതാക്കൾക്ക് സ്തുതിഗീതം തുടങ്ങിയിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് ഫലം വരും മുമ്പ് തന്നെ ഒട്ടും അമാന്തിച്ചില്ല. ക്രെഡിറ്റ് എല്ലാം രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ മാറ്റം സ്വാഭാവികമായും കേരള ജനത ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഇവിടെയുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കുന്നത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. തുടക്കം മുതൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ നിയന്ത്രണവും ഒക്കെ ഈ കാര്യത്തിലുണ്ടായിരുന്നു. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. ഞങ്ങളെല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹവും കോൺഗ്രസ് പ്രസിഡന്റും കൂടി യോജിപ്പിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകി ഓരോ ഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുമായിരുന്നു. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. മുഖ്യമന്ത്രി ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും ചാനൽ മൈക്കുകൾക്ക് മുന്നിലും സജീവമാണ്. എന്നാൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരും അണികളാൽ നിർദ്ദേശിക്കപ്പെടുന്നവരുമായ ആരും ആരാധകരെ ശാന്തരാകുവിൻ, പിരിഞ്ഞു പോകുവിൻ എന്ന് ആഹ്വാനം ചെയ്യുന്നില്ല. അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തർക്കമില്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള കഴിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഹൈക്കമാൻഡ് മണ്ണാൻ കേട്ടോ. ഇവിടെ ഇപ്പം ചില UDF മന്ത്രിമാരെ തീരുമാനിച്ചു, വകുപ്പുകൾ തീരുമാനിച്ചു, വീടുകൾ തീരുമാനിച്ചു. ഏതൊക്കെ വീടുകളാണ് ആർക്ക് വേണം. സ്പീക്കറിൻ്റെയും CM-ൻ്റെയും കാര്യത്തിലാണ് തർക്കം. എന്തോ ചെറിയ തർക്കമുണ്ടെന്ന് പറയുന്നത്. ചെറിയ രാമനായരെ തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുക ഞാനാ, താനല്ല. നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ്. ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല. ഏത് കാര്യത്തിലും നിനക്ക് ജന്മത്ത് പറ്റില്ല മോനെ. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഇത്തരം ചർച്ചകളെ പരസ്യമായി തള്ളുന്നു. എല്ലാം പാർട്ടിയിലെ സർവശക്തരും സർവ്വവ്യാപിയുമായ ഹൈക്കമാൻഡിൽ അർപ്പിക്കുകയാണ് ഇവർ. 24 മണിക്കൂറും ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് കിട്ടാതെ പോകുന്നവർ, പക്ഷേ ഒരു വാക്ക് പാർട്ടി നേതൃത്വം പറയുമ്പോൾ അത് മനസ്സിലാക്കി പിൻവലിച്ച് വിഷമങ്ങളെല്ലാം മനസ്സിലൊതുക്കിയിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറക്കുന്നവർ, അവരെ ചേർത്ത് നിർത്തുക. ഇതാണ് എൻ്റെ സന്തോഷം. ഒരു മുഖ്യമന്ത്രി കസേരയിലല്ല. അങ്ങനെ ഒരു ആഗ്രഹവും വ്യക്തിപരമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതായിരുന്നുവല്ലോ. അന്ന് പരസ്യ ചർച്ചകൾ വിലക്കി ഹൈക്കമാൻഡ് നിർദ്ദേശവും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് അവകാശവാദങ്ങളൊക്കെ പരസ്യമായിട്ടുമാവാം. പക്ഷേ അത് സ്വയം പറയരുതെന്നേ ഉള്ളൂ. പറയാൻ വേറെ ആളുണ്ടായാൽ മതി. അച്ഛൻ അവിടെ ഇവിടെ തൊടാതെ ഒന്നും പറഞ്ഞാൽ മതി. അവിടെ ഇവിടെയും തൊടാതെയോ? അതായത് പറയണോ എന്നാ പറയണ്ട, പറയണ്ടേ എന്നാ പറയണം. VD സതീശന്റെ പാലം വലിച്ച് K സുധാകരന്റെ നാടകീയ നീക്കം. KC കേരളത്തിലെത്തി മുഖ്യമന്ത്രിയാകണമെന്ന് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് ഹൈക്കമാൻഡാ തീരുമാനിക്കേണ്ടത്, ഞാനല്ല തീരുമാനിക്കേണ്ടത് കേട്ടോ. പിന്നെ വ്യക്തിപരമായി നമുക്ക് അഭിപ്രായം ഉണ്ടാവും. അത് നിങ്ങളോട് പറയേണ്ടതല്ല, സ്വകാര്യം പറയേണ്ട കാര്യമാണ്. അല്ല, അത് പാർട്ടിക്ക് ഗുണകരമല്ല. അത് അവർക്കും ഈ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. പിന്നെ ചിലർ കലക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ളവരോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. അതൊന്നും ഇവിടെ നടക്കില്ല. പാർട്ടിയും മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഞാൻ മുൻപേ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നുമല്ല ഇതിൽ കാണുന്നത്. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ, 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. നിങ്ങളൊരു ഭക്ഷണം കഴിക്കുന്നില്ലേ? അല്ലേട്ടാ ഈ പുള്ളി അയ്യോ. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ സന്യസിക്കാനല്ല വരുന്നത് എന്ന് ചെന്നിത്തലാജി
തുറന്നു പറഞ്ഞപ്പോൾ അങ്ങനെയൊരു ആഗ്രഹം വെച്ച് പുലർത്തുന്നില്ല എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് ആവർത്തിച്ച് കെ സുധാകരനെ തള്ളിപ്പറയാൻ തയ്യാറാണോ? നിങ്ങൾക്കപ്പോൾ ഈ ഡീലിമിറ്റേഷനെ കുറിച്ച് ഒരു താല്പര്യമില്ല. അതാണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ആ ചർച്ചകൾക്ക് ഒരു താല്പര്യമില്ല. ചർച്ച വീണ്ടും കോൺഗ്രസിനകത്തെ ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഇതാണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളൊന്നും സന്യാസികളൊന്നും അല്ലല്ലോ, മോഹങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലെന്ന് ഞാനത് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കുന്നില്ല, പ്രേക്ഷകരും വിശ്വസിക്കത്തില്ല. ഡ്രീം ചെയ്യണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ആയില്ല എന്ന് വിചാരിച്ച് ഞാൻ ഈ പരിപാടി നിർത്തിയോ? ഞാൻ നിർത്തുന്നില്ല, ഞാൻ തുടരുകയാണ്. മുഖ്യമന്ത്രി മോഹം താലോലിക്കുന്നവർക്കുള്ള അപ്രതീക്ഷിത പ്രഹരമായി പോയി കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രി ആവണമെന്നുള്ള മോഹം തെറ്റല്ലെന്നും ലക്ഷ്യത്തിനായുള്ള പോരാട്ടം തുടരുമെന്നും നേരത്തെ ചെന്നിത്തലാജി പ്രഖ്യാപിച്ചിരുന്നതുമാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് ആ മെഷീൻ സേഫ് കസ്റ്റഡിയിലാണ്. അത് പൊട്ടിച്ചിട്ടില്ല, എണ്ണിയിട്ടില്ല. 4-ാം തീയതി മാത്രമേ വോട്ടെണ്ണി തുടങ്ങുകയുള്ളൂ. അപ്പോൾ വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. ഞാൻ ഏതായാലും ഈ വിവാദത്തിൽ പങ്കെടുക്കാത്ത ഒരാളാണ്. ഈ രമേശൻ നായർ ആരാ? ദൈവോ? ഈ നാടിനെ സംബന്ധിച്ച് അത് നേരാ. സ്ഥാനമോഹമില്ല, സ്വാർത്ഥതയില്ല, നാട്ടുകാരുടെ നന്മ, അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. കോൺഗ്രസ് ആദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതും ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അപ്പൊ കുംഭം 3-ന് ഏട്ടന്റെ പട്ടാഭിഷേകം. എങ്ങനെ കുംഭം 3-ന് ഏട്ടന്റെ പട്ടാഭിഷേകം. പി ജെ കുര്യനും കെ സുധാകരനും നേരത്തെ പറഞ്ഞ പേര് രമേശ് ചെന്നിത്തലയുടേതായിരുന്നു. ഇപ്പോൾ കെ സുധാകരൻ നിലപാട് മാറ്റിയത് എന്തുകൊണ്ടാവും? സുധാകരൻ എൻ്റെ നല്ല സുഹൃത്താണ്. വോട്ടെണ്ണുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വെക്കുന്നതിനെ കുറിച്ച് നമ്മുടെ എംപിമാർക്കും രണ്ടഭിപ്രായമാണ്. ചർച്ചകൾ പരിധി ലംഘിച്ചതായുള്ള MK രാഘവൻ MPയുടെ അഭിപ്രായത്തോട് പക്ഷേ കെ സുധാകരൻ യോജിക്കുന്നില്ല. പാർട്ടി കോൺഗ്രസ് ആണോ ഇത്തരം ചർച്ചകളൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗം എന്നാണ് കെ സുധാകരൻ്റെ പക്ഷം. ഒരു കൗണ്ടിങ്ങിന് മുമ്പ് തന്നെ ഇത്തരം ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചത് നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് ഒരിക്കലും ഭൂഷണമല്ല. എന്താ അത്ഭുത, കേരളത്തിൽ ഇതിനു മുമ്പൊന്നും ഇലക്ഷൻ നടന്നിട്ടില്ലേ? ഇലക്ഷൻ്റെ റിസൾട്ട് വരാനൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ചർച്ച തുടങ്ങലില്ലേ? ചർച്ച തുടങ്ങാറുണ്ട്. അവരെല്ലാ പരിധിയും ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതൊരിക്കലും ശരിയുമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് പാർട്ടിക്കുണ്ടാക്കുന്ന പോറൽ ചെറിയ പോറലല്ല, മനസ്സിലാക്കണം. ചർച്ചകൾ നടന്നാലല്ലേ തീരുമാനങ്ങൾ വരൂ. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. എന്റെ അവസാനത്തെ ആഗ്രഹം ഇത്. നാട്ടിൽ പൊരിഞ്ഞ ചർച്ച നടക്കുമ്പോൾ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ VD സതീശനെ ഇതിലൊന്നും കാണുന്നില്ല. അദ്ദേഹം വനത്തിലാണ്. വനവാസത്തിലല്ലെന്നു മാത്രം. പക്ഷേ അനുയായികൾ സോഷ്യൽ മീഡിയ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ പഴയതെല്ലാം ഓർത്താൽ വെളുക്കെ ചിരിക്കുന്നവരെ പോലും വിശ്വാസമില്ലാതായിരിക്കുന്നു. എനിക്കിപ്പോ അറിയാം മാമ, കാട്ടിലെ മൃഗങ്ങളല്ല, നാട്ടിലെ മനുഷ്യരാണ് കൂടുതൽ അപകടകാരികളായ ശത്രു. കാട്ടിലെ ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം, എതിർത്ത് തോൽപ്പിക്കാം. പക്ഷെ നാട്ടിലെ മനുഷ്യരെ പേടിക്കണം. അവർ നമ്മളെ സ്നേഹിക്കും, ഒരുപാട് മോഹിപ്പിക്കും. പക്ഷെ മുന്നിൽ നിന്ന് സ്നേഹിക്കുമ്പോൾ പിന്നിൽ ചതിയുടെ കെണിയുണ്ടാവും. ഞാൻ പറയുന്നു, ചിരിക്കുന്നവരെല്ലാം നമ്മുടെ സ്നേഹിതന്മാരാണ് എന്ന് കാണാൻ പാടില്ല. മുന്നിൽ നിന്ന് കുത്തുന്നവരെ നമുക്ക് മനസ്സിലാവും, പിന്നിൽ നിന്ന് കുത്തുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽക്കാറ്റ് കൊള്ളണമെന്നില്ല. ഇരുവർക്കും സർവനാശം ഭവന്തു. കോൺഗ്രസിൽ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ. വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചാൽ കെ മുരളീധരനുമുണ്ട് അർഹത. പക്ഷേ സംഘനൃത്തം വിട്ട് സിംഗിൾ ഡാൻസിന് ഇല്ല ഇപ്പോൾ കെ മുരളീധരൻ. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ്. അദ്ദേഹം പറഞ്ഞു ഗ്രൂപ്പ് ഡാൻസിന്റെ സമയത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുത്.
മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്ന് മത്സരിച്ച AP അനിൽകുമാർ പാണക്കാട് തങ്ങളെ സന്ദർശിച്ചത് എന്തിനാവും? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒന്ന് കാണാൻ പോയി എന്നേയുള്ളൂ എന്ന് പറയുമെങ്കിലും KC അനുകൂലിയായ അനിൽകുമാറിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണേണ്ടതില്ല. എടാ, നിന്റെ പേഴ്സണാലിറ്റി, ആ കപ്പാസിറ്റി, ആ കഴിവ്, ആത്മാർത്ഥത, നീ അല്ലാതെ പിന്നെ ചെയ്യാനാ വേറെ ആരുണ്ട്? മാത്രമല്ല നിനക്ക് എന്റെ അടുത്തുള്ള സ്നേഹം. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട്. അതുകൊണ്ടാ ഞാനിവിടെ ഇടയ്ക്ക് വരുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടിട്ടില്ല, വന്നു കണ്ടു, സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറത്ത് യാതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഇല്ല. തീർത്തും സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദർശനം, അത്രേ കാര്യമുള്ളൂ. എടാ മോനെ, ഈ കഥകളൊക്കെ പുറത്തു കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടുകൾ? അവന്മാരോട് പറ, എന്റെ അടുത്ത് വേണ്ട. അല്ലേ UDF ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDF-ലെ ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. പക്ഷെ ആ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല. മോശം അഭിപ്രായം. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ഇക്കാര്യത്തിൽ വല്ല അഭിപ്രായമുണ്ടോ എന്ന് നോക്കാം. മത്സരിക്കാത്ത ആൾ മുഖ്യമന്ത്രിയായി വരാനുള്ള സാധ്യതയാണോ കാണുന്നത്? ലീഗിൻ്റെ നിലപാട് ഇതിൽ എന്താവും? അല്ല, എന്നെ കുറിച്ചാണെങ്കിൽ ഞാനതിന് തയ്യാറല്ല. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ നിലപാടുണ്ടാവുമെങ്കിലും പരസ്യപ്പെടുത്താനാവില്ല. പക്ഷെ കോൺഗ്രസിൽ അത്തരമൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പണ്ടും അത് ഉണ്ടായിട്ടുണ്ട്. CH മേനോനെ രാജ്യസഭ MP ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്ന് അന്നത്തെ ഐക്യമുന്നണി മുഖ്യമന്ത്രിയാക്കിയത്. ഞാൻ അതല്ല പറയുന്നത്, ന്യായീകരിക്കല്ല. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മുഖ്യമന്ത്രി ആരായാലെന്താ, ലീഗിന് 5 മന്ത്രിമാരെ കിട്ടും. അത് കഴിഞ്ഞ തവണ തന്നെ ഒപ്പിച്ചതാണ്. ഇത്തവണയും 5 ഉറപ്പല്ലേ? എന്തിനാ നിങ്ങൾ 5 ഒതുക്കുന്നത്? നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ ലീഗിന് ഉപമുഖ്യമന്ത്രി, ലീഗിന് 5 മന്ത്രിമാർ, 5-5-ലേറെയൊക്കെ ആവാ അനുമോദേ. വെറും 5 ഒതുക്കല്ലേ ഞങ്ങളെ? സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കുക, പട്ടിക്ക് അപ്പിയിടാനും മുള്ളാനും. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ നിന്നൊരാൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പോകുന്നത് ഇന്ത്യ മുന്നണിക്ക് തന്നെ നഷ്ടമാണ്. ദേശീയ കോൺഗ്രസ് അത്തരമൊരു നഷ്ടമുണ്ടാകില്ല, അത് വേണ്ടിവരില്ല എന്ന ഉറപ്പാണ് CPM-ന്റെ രാജ്യസഭാ MP ജോൺ ബർട്ടാസിനുള്ളത്. കോൺഗ്രസിൻ്റെ നെടുംതൂണായ അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ തന്നെ തുടർന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തുടർന്നുമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. നിന്റെ സഹായം എനിക്ക് വേണ്ടെങ്കിലും. ഇതാ നിന്റെ കുഴപ്പം, കുഞ്ഞു പിള്ളേരുടെ സ്വഭാവ. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്ത്യ ചേരിയിലെ സഖ്യകക്ഷിയായ കോൺഗ്രസ്സിന് ഒരു പോറലുണ്ടാകാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങളും ഞങ്ങളും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുതന്നെയായിരിക്കും വോട്ടെടുപ്പിന് ശേഷവും വരാൻ പോകുന്നത്. അതുകൊണ്ട് ദേശീയ കോൺഗ്രസ്സിന് ഒരു കാരണവശാലും ഒരു നഷ്ടം സംഭവിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. MP ആയ K സുധാകരൻ ആഗ്രഹിച്ചിട്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് ഹൈക്കമാൻഡ് നൽകിയില്ല. പക്ഷേ MP-യും ഹൈക്കമാൻഡുമായ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് ഇപ്പോൾ K സുധാകരൻ ആഗ്രഹിക്കുന്നു. അതിനർത്ഥം മത്സരിപ്പിച്ചില്ലെങ്കിലും MP ആയ K സുധാകരനും ആ ഹോട്ട് സീറ്റിലേക്ക് വരാൻ യോഗ്യതയുണ്ട് എന്നല്ലേ? KC വേണുഗോപാലിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നായകത്വം വഹിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അതേ പദവിയുള്ള MP പദവിയുള്ള K സുധാകരനും പറ്റില്ലേ? അപ്പോൾ ഇനി വൈകാതെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയും, എന്നാൽ K സുധാകരൻ തന്നെ ആകട്ടെ, KC വേണുഗോപാലിനാകാമെന്ന് പറഞ്ഞപ്പോൾ KC വേണുഗോപാൽ എതിർത്തില്ലല്ലോ, എന്നാൽ K സുധാകരനാകട്ടെ എന്ന് പറയില്ലേ? ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനൊരു കളിയുണ്ടോ?